ഞമ്മക്കന്നെ ഇസ്ലാമിയത്തില്ല. നമ്മള് നേതാക്കളും അങ്ങനെയാ. കണ്ടില്ലേ നേതാവാണെന്ന് പറയുന്നവർ, നേതാക്കളെ കണ്ടില്ലേ? ജയിച്ചു കഴിഞ്ഞാ പിന്നെ സ്വാമി എന്നില്ല, കുറകജന്റെ കട്ടെന്നില്ല, പോയിട്ട് അടങ്ങനെ നിൽക്കോ, അവന്റെ ഇതെല്ലാം കേൾക്കോ, കൗത്തിലേക്ക് മാലയിടോ, എല്ലാം ഇടോ, ജപമാലയിടോ, എന്നിട്ട് അവരെ കൂടെ നിന്നിട്ടങ്ങ് തോഴുകയും ചെയ്യാം. അവരെ മൂർത്തികൾക്ക് മുമ്പില്, അവരുടെ ആരാധ്യർക്ക് മുമ്പില്, അവരുടെ ആചാരങ്ങൾക്ക് മുമ്പില് ഒരിക്കലും നമ്മൾ തലകുണിക്കേണ്ടവരല്ല. മുസ്ലിമേ, ഏത് രാഷ്ട്രീയക്കാരനായാലും, ഏത് നേതാവായാലും, ഏത് പാർട്ടിക്കാരനായാലും മറ്റുള്ളവരുടെ ആചാരം ഒരിക്കലും നമുക്ക് പറ്റില്ല. അവരുടെ ആചാരം അവർക്കുള്ളതാണ്, നമ്മുടെ ആചാരം നമുക്കുള്ളതാണ്. ആ ആചാരം കടമെടുത്തിട്ടല്ല മതസൗഹാർദ്ദം കാണിക്കേണ്ടത്. പരസ്പരം സ്നേഹിച്ചിട്ട്, പരസ്പരം സഹകരിച്ചിട്ട്, ഉണ്ടെങ്കിൽ വല്ലതും കൊടുത്തിട്ട്, അങ്ങനെയാണ് മതസൗഹാർദ്ദമല്ലാതെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞമ്മ ചെയ്തിട്ടല്ല. കിതാബുർ റിദ്ദത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാഠം എല്ലാ കിതാബിലും ഉണ്ട്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ചില വിഷയങ്ങളുണ്ട്. നല്ലോണം പേടിക്കണം കേട്ടോ മുസ്ലിമേ. രാജകീയ നേതാറന്മാരെ, നിങ്ങൾ ജയിച്ചാലും തോറ്റാലും മറ്റുള്ള മതക്കാരുടെ ആചാരം മുസ്ലിമിന് വേണ്ട. അതാ അവർക്കായിക്കോട്ടെ. ഹൈന്ദവരുടെ ആചാരം ഹൈന്ദവർക്ക്, അമ്പലത്തിലുള്ള പൂജ അവർക്ക്, നമ്മുടെ ആചാരം നമുക്ക്, നമ്മുടെ വിശ്വാസം നമുക്ക്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഒരിക്കലും അത് ശരിയല്ല. എന്നിട്ട് ആടെ പോയിട്ട് ഇങ്ങടെ കുമ്പിടും, ആടെ പോയിട്ട് തേങ്ങ പൊട്ടിക്കും, എന്നിട്ട് ഏടെങ്കിലും വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ പ്രശ്നമെങ്കിൽ പറയുകയും ചെയ്യും, ഞാൻ പൊട്ടിച്ചിനാ മാത്രം, എന്റെ വിശ്വാസം ക്ലിയർ ഉണ്ട്. അത് മതിയാവല. നിന്റെ വിശ്വാസം ക്ലിയർ ആവണം, നിന്റെ ആചാരം ക്ലിയർ ആവണം, രണ്ടും ക്ലിയർ ആവണം. അത് ഇസ്ലാമാണ്. അത് ഞങ്ങൾക്ക് മൊയിലാറ് പഠിപ്പിക്കണ്ട. മൊയിലാറ് പഠിപ്പിക്കുന്നതല്ല, അള്ളാഹ് പഠിപ്പിച്ചതാണത്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണത്. 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ കോലം കെട്ടുക. പരലോകം പേടിക്കണ്ടേ? നാളെ പരലോകത്തേക്ക് പോണ്ടേ? മരിക്കണ്ടേ? അള്ളാനെ കാണണ്ടേ? 4 വോട്ടിന് വേണ്ടിയിട്ട് മറ്റുള്ള